ഇന്ന് ദിവസം 92. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ന്യായാധിപന്മാർ അധ്യായം 9 മുതൽ 11 വരെ, റൂത്ത് അധ്യായം 4, സങ്കീർത്തനങ്ങൾ 137. ന്യായാധിപന്മാർ അധ്യായം 9. അബിമേലെക്ക്. ജെറുബ്ബാലിൻ്റെ പുത്രനായ അബിമേലെക്ക് ഷെക്കമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു, നിങ്ങൾ ഷെക്കൻ പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ, ജെറുബ്ബാബേലിൻ്റെ 70 പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവിൻ. അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അബിമേലെക്കിന് വേണ്ടി ഇക്കാര്യം ഷെക്കേം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു. അവരുടെ ഹൃദയം അബിമേലെക്കിലേക്ക് ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു. ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയമെടുത്ത് അവർ അബിമേലെക്കിന് കൊടുത്തു. അവൻ കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി. അവൻ ഓഫ്രയിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജെറുബ്ബാലിൻ്റെ മക്കളുമായ 70 പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു. എന്നാൽ ജെറുബ്ബാലിൻ്റെ ഇളയപുത്രൻ യോത്താം ഒളിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഷെക്കേമിലെയും ബെത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് അബിമേലെക്കിനെ രാജാവായി വാഴിച്ചു. യോത്താം ഇതറിഞ്ഞ് ഗെരിസിം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഷെക്കേം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവ് മരത്തോട് പറഞ്ഞു. ഒലിവ് മരം അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണം മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. അത്തിമരം അവരോട് പറഞ്ഞു, രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴാൻ പോകണമെന്നോ? അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. എന്നാൽ മുന്തിരി പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപടർപ്പിനോട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ വാഴുക. മുൾപടർപ്പ് പറഞ്ഞു, നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമേലെക്കിനെ രാജാവാക്കുന്നത്? ജെറുബ്ബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവൽഗണിച്ച് മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവൻ്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. എന്നിട്ട് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമേലെക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ഷെക്കമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലാത്ത പക്ഷം അബിമേലെക്കിൽ നിന്ന് തീയിറങ്ങി ഷെക്കമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. ഷെക്കമിൽ നിന്നും ബെത്മില്ലോയിൽ നിന്നും തീയിറങ്ങി അബിമേലെക്കിനെയും വിഴുങ്ങട്ടെ. യോത്താം സഹോദരനായ അബിമേലെക്കിന് ഭയന്ന് പലായനം ചെയ്തു, ബേറിൽ ചെന്ന് താമസിച്ചു. അബിമേലെക്ക് 3 വർഷം ഇസ്രായേൽ ഭരിച്ചു. അബിമേലെക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു. ഷെക്കേം നിവാസികൾ അബിമേലെക്കിനെ വഞ്ചിച്ചു. അങ്ങനെ ജെറുബ്ബാലിൻ്റെ 70 മക്കളോട് ചെയ്ത അതിക്രമത്തിന് പ്രതികാരമുണ്ടായി. അവരുടെ രക്തം ഘാതകനായ അബിമേലെക്കിൻ്റെയും കൂട്ടുനിന്ന ഷെക്കേംകാരുടെയും മേൽ പതിച്ചു. ഷെക്കേംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി. അതുവഴി കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു. ഇത് അബിമേലെക്ക് അറിഞ്ഞു. ഏബദിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുക്കളുമായി ഷെക്കേമിലേക്ക് നീങ്ങി. ഷെക്കേം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു. അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അബിമേലെക്കിനെ ശപിച്ചു. ഏബദിൻ്റെ പുത്രൻ ഗാൽ ചോദിച്ചു, ആരാണ് ഈ അബിമേലെക്ക്? അവനെ സേവിക്കേണ്ടതിന് ഷെക്കംകാരായ നാം ആര്? ജെറുബ്ബാലിൻ്റെ പുത്രനും
അവൻ്റെ കിങ്കരനായ സേബോളും ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ ആളുകളെ സേവിച്ചില്ലേ? ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ വകവരുത്തുമായിരുന്നു. ഞാൻ അവനോട്, നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു. ഗാൽ പറഞ്ഞത് കേട്ട് നഗരാധീപനായ സെബൂളിന് കോപം ജ്വലിച്ചു. അവൻ അരോമായിൽ അബിമേലെക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു: ഗാലും അവൻ്റെ ആളുകളും ഷെക്കമിൽ വന്നിരിക്കുന്നു. നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു. അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക. അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക. ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. അബിമേലെക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷെക്കമിനെതിരായി 4 ഗണങ്ങളായി പതിയിരുന്നു. ഗാൽ പുറത്തു വന്നു നഗരകവാടത്തിൻ്റെ മുൻപിൽ നിലയുറപ്പിച്ചു. അബിമേലെക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞു: ഇതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. സെബൂൾ അവരോട് പറഞ്ഞു: മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു: അതാ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. സെബൂൾ ചോദിച്ചു: നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? നാം സേവിക്കാൻ അബിമേലെക്ക് ആരെന്ന് നീയല്ലേ ചോദിച്ചത്? നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത്? നീ തന്നെ പോയി അവരോട് പൊരുതുക. ഗാൽ ഷെക്കൻ നിവാസികളുടെ നേതാവായി അബിമേലെക്കിനോട് പോരാടി. അബിമേലെക്ക് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്തു. പട്ടണ കവാടം വരെ അനേകർ മുറിവേറ്റ് വീണു. അബിമേലെക്ക് 6 മൈൽ താമസമാക്കി. സെബൂൾ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി. അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി. അബിമേലെക്ക് അതറിഞ്ഞു. അവൻ സേനയെ 3 ഗണമായി തിരിച്ചു വയലിൽ പതിയിരുത്തി. പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു. അവൻ അവരെ എതിർത്ത് കൊന്നു. അബിമേലെക്കും അവനോടുകൂടെ ഉണ്ടായിരുന്ന 1 ഗണവും ഓടി നഗരകവാടത്തിൽ ചെന്ന് നിന്നു. മറ്റ് 2 ഗണങ്ങൾ വയലിൽ നിന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു. അബിമേലെക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി. അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പുവിതറി. ഷെക്കമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ ഏൽബരീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ കടന്നു. ഷെക്കേം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് അബിമേലെക്കിന് അറിവ് കിട്ടി. സാൽമോൻ മലയിലേക്ക് അബിമേലെക്ക് പടയാളികളുമായി പോയി. അവൻ കോടാലി കൊണ്ട് 1 കെട്ട് വിറക് വെട്ടിയെടുത്തു. അത് തോളിൽ എടുത്ത് മറ്റുള്ളവരോട്, ഞാൻ ചെയ്യുന്നത് പോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ ഓരോ കെട്ട് വിറക് വെട്ടി അബിമേലെക്കിൻ്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീവച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 1000-ഓളം വരുന്ന ഷെക്കേം ഗോപുരവാസികളെല്ലാം കൊല്ലപ്പെട്ടു. പിന്നീട് അബിമേലെക്ക് തേബസിലേക്ക് ചെന്ന് പാളയമടിച്ചത് പിടിച്ചടക്കി. പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ഠ ഗോപുരമുണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അതിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കയറി. അബിമേലെക്ക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു. ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിൻ്റെ വാതിൽക്കലെത്തി. അപ്പോൾ ഒരുവൻ തിരികല്ലിൽ പിള്ള എറിഞ്ഞ് അബിമേലെക്കിൻ്റെ തലയോട് ഉടച്ചു. ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ച്, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞ് അവൻ വാൾ ഊരി വെട്ടി. അബിമേലെക്ക് മരിച്ചു. അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. തൻ്റെ 70 സഹോദരന്മാരെ കൊന്ന പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമേലെക്കിന് ദൈവം കൊടുത്ത ശിക്ഷ. ഷെക്കേം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു. ജെറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു. ന്യായാധിപന്മാർ അധ്യായം 10. തോല. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായി. ഇസ്സാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഇവൻ്റെ പിതാവ്. അവൻ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ 23 വർഷം നയിച്ചു. മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു. ജായിർ. തുടർന്ന് ഗിലെയാദുകാരനായ ജായിർ വന്നു. അവൻ ഇസ്രായേലിൽ 22 വർഷം ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു. ഗിലെയാദ് ദേശത്ത് ഇന്നും ഹാവോത്ത് ജായിർ എന്ന് അറിയപ്പെടുന്ന 30 പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു.
ജായിർ മരിച്ച് കാമോനിൽ അടക്കപ്പെട്ടു. ജെഫ്ത. ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവർ ബാൽദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്തീയ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു, അവിടുത്തെ സേവിച്ചതുമില്ല. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഫിലിസ്തീയർക്കും അമ്മോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. ജോർദാനക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലരെ മുഴുവൻ 18 വർഷം അവർ പീഡിപ്പിച്ചു. അമ്മോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു. തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു. ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു, ഈജിപ്തുകാർ, അമോര്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? സീദോന്യരും അമലേക്യരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു. ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു. അതുകൊണ്ട് ഇനിയൊരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി. അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് അവിടുന്ന് രോഷാകുലനായി. അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങി ഗിലെയാദിൽ താവളമടിച്ചു. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്പായിലും താവളമടിച്ചു. ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ. ന്യായാധിപന്മാർ അധ്യായം 11. ഗിലെയാദുകാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല. നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നു. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ പോയി. അവർ ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു, നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ജെഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച. അവൻ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചു. ജെഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് ചോദിച്ചു, എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? അമ്മോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം. ജെഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് പറഞ്ഞു, ജെഫ്ത ഇങ്ങനെ അറിയിക്കുന്നു, മൊവാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കില്ല. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദേശ് വരെയും എത്തി.
ഇസ്രായേൽ വന്ന് ഏദോം രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവനത് സമ്മതിച്ചില്ല. മോവാബ് രാജാവിനോടും അവർ ആളയച്ച് പറഞ്ഞു. അവനും സമ്മതിച്ചില്ല. അതിനാൽ ഇസ്രായേൽ കാദേശിൽ തന്നെ താമസിച്ചു. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഏദോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി അർണോന്റെ മറുകര താവളമടിച്ചു. മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല. മോവാബിന്റെ അതിർത്തി അർണോൺ ആണല്ലോ. ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോരി രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്നപേക്ഷിച്ചു. എന്നാൽ തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് വിശ്വാസം വന്നില്ല. മാത്രമല്ല, സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി യാഹസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിലേൽപ്പിച്ചു. ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി. ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമോര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു. അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ? നിന്റെ ദൈവമായ കെമാഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ? അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ? ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല? ആകയാൽ ഞാൻ നിന്നോട് ഒരു അപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ. എന്നാൽ ജഫ്തായുടെ സന്ദേശം അമ്മോന്യ രാജാവ് വകവച്ചില്ല. കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി. ജഫ്ത കർത്താവിനൊരു നേർച്ച നേർന്നു. അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിലേൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവർ കർത്താവിൻ്റെതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. ജഫ്ത യുദ്ധം ചെയ്യാൻ അമോര്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവൻ്റെ കയ്യിലേൽപ്പിച്ചു. അരോവർ മുതൽ മിന്യത്തിന് സമീപം വരെയും ആബേൽ കെരാമീം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. ജഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു. അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെതിരേൽക്കാൻ വരുന്നു. അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്കുകൊടുത്തു പോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. അവൾ തുടർന്നു, ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. സഖിമാരൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചു. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു. അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല. ഗിലെയാദുകാരനായ ജഫ്തായുടെ പുത്രിയോർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോവുക പതിവായിരുന്നു. റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 4. റൂത്തിൻ്റെ വിവാഹം. ബോവാസ് നഗരവാതിക്കൽ ചെന്നു. അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് പറഞ്ഞു, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. അവനങ്ങനെ ചെയ്തു. നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി ബോവാസ് വിളിച്ചുകൊണ്ടുവന്നു. ഇവിടെ ഇരിക്കുവൻ എന്ന് അവരോടും പറഞ്ഞു. അവരും ഇരുന്നു. ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞു,
മോവാബ് ദേശത്തു നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലേക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു. മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക. താല്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക. അത് വീണ്ടെടുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ്. അവൻ പറഞ്ഞു, ഞാനത് വീണ്ടെടുക്കാം. അപ്പോൾ ബോവാസ് പറഞ്ഞു, നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി അവൻ്റെ വിധവയും മൊവാബിയയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം. അപ്പോൾ ബന്ധു പറഞ്ഞു, അത് സാധ്യമല്ല. കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. എനിക്കിത് സാധ്യമല്ല. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിന് മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ്: ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ്. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി. അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു, എലിമലേക്കിൻ്റെതും മഹ്ലോൻ, കിലിയോൻ എന്നിവരുടേതും ആയ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. മൊവാബിയയും മഹ്ലോൻ്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. മരിച്ചവൻ്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത്. ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ്. അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു, ഞങ്ങൾ സാക്ഷികളാണ്. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തയിൽ ഐശ്വര്യവാനും ബത്ലേഹമിൽ പ്രസിദ്ധനുമാകട്ടെ. യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവൻ്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്കൊരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. അവൻ നിനക്ക് നവജീവൻ പകരും. വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത്. നവോമി ശിശുവിനെ മാറോടണച്ചു. അവൾ അവനെ പരിചരിച്ചു. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്ന് അവന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. പേരസിൻ്റെ പിൻതലമുറക്കാർ ഇവരാണ്. പേരസ് ഹെബ്രോൻ്റെ പിതാവാണ്. ഹെബ്രോൻ രാമിൻ്റെയും, രാം അമീനാദാബിൻ്റെയും, അമീനാദാബ് നഹുഷോൻ്റെയും, നഹുഷോൻ സൽമോൻ്റെയും, സൽമോൻ ബോവാസിൻ്റെയും, ബോവാസ് ഓബദിൻ്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സെ ദാവീദിൻ്റെയും പിതാവാണ്. സങ്കീർത്തനങ്ങൾ 137. പ്രവാസിയുടെ വിലാപം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് ഞങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്ത് കൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ. കർത്താവേ, ജെറുസലേമിൻ്റെ ദിവസത്തിൽ ഏദോമ്യർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ. ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് അവർ പറഞ്ഞു. സംഹാരിണിയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ.